ഹായ് ഗായ്സ്, അപ്പം ഞാൻ ഇന്നിവിടെ ഒരു നാടൻ രീതിയിലുള്ള ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ബീഫ് കഴുകിയിട്ടുണ്ട്. നന്നായി കഴുകി വെച്ചിട്ട് അതിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഒന്നിച്ചിട്ട് കൊടുക്കുക ചെയ്യുന്നത്. തക്കാളി, ഉള്ളി, പച്ചമുളക്, പിന്നെ ഉലുവ, മീറ്റ് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, എല്ലാ ഐറ്റംസും ഒന്നിച്ചിട്ട് നല്ല തനി നാടൻ വെളിച്ചെണ്ണയും അതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ചേർത്ത് അടുപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അടുപ്പിലും ചട്ടിയിലും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ബീഫ് കറിക്ക്. അപ്പം നല്ല തനി നാടൻ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അടുപ്പത്ത് വെച്ച് വിറകൊക്കെ വെച്ച് നല്ല കത്തിക്കുന്നുണ്ട്. അങ്ങനെ നന്നായി വേവിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഈ രീതിയിൽ കറി വെച്ചാൽ. എന്നിട്ട് ഈ ഇല നിങ്ങൾക്ക് അറിയോ? ഈ ഇലൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ഈ ഇല കറിയിലിട്ടാൽ വളരെ ടേസ്റ്റാണ്. നല്ല സ്മെല്ലും ആയിരിക്കും കറിക്ക്. ഇത് നമ്മൾ വീട്ടിൽ കറി ഉണ്ടാക്കിയാൽ 2-3 വീടിൻ്റെ അപ്പുറത്തേക്ക് വരെ ഈ സ്മെല്ലെത്തും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഇത് ഭയങ്കര സ്മെല്ലും കൂടിയാണ് ഇതിട്ടാൽ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഇലയുടെ പേര് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളിവിടെ ആർക്കും അറിയില്ല, പക്ഷെ എല്ലാവരും ഇറച്ചിലിടുന്ന ഇലയാണ്